ഇറാനുമായുള്ള 12 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചതിന് പിന്നിൽ പല വിശകലനങ്ങളും വരുന്നുണ്ട്. എയർ ഡിഫൻസ് സംവിധാനങ്ങളും ആയുധങ്ങളും പോർമുനകളും ഒക്കെ തീരാൻ പോവുകയാണെന്നും യുദ്ധം കൂടുതൽ നാൾ നീണ്ടാൽ ഇസ്രായേൽ പ്രതിസന്ധിയിലാകുമെന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. എന്നാൽ ഒരു സുപ്രധാന വാർത്ത ഇന്ന് ഇസ്രായേലിലെ ന്യൂസ് 12 ചാനൽ പുറത്തുവിട്ടു. ഇനിയും പുറത്തെടുക്കാത്ത മാരകായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ടെന്ന ഇസ്രായേൽ പ്രതിരോധ സേന IDFന്റെ വിലയിരുത്തലാണ് ആ റിപ്പോർട്ടിലുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കുകയും ഉന്നത സൈനിക നേതൃത്വത്തെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ഇസ്രായേൽ ജൂൺ 13 ആക്രമണത്തിന് തുടക്കമിട്ടത്. 12 ദിവസം കൊണ്ട് ഇറാന്റെ 3 ഉന്നത സൈനിക കമാൻഡർമാരെ വധിക്കുകയും ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 100-ലധികം സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തെന്നാണ് IDF വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാന്റെ തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു. അവരുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം തകർത്ത് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ വലിയ പ്രഹരമേൽപ്പിച്ചു. ഡിഫൻസ് ആസ്ഥാനത്തും സയൻസ് റിസർച്ച് കേന്ദ്രങ്ങളിലും തെക്കൻ ഇസ്രായേലിലെ സൈനിക താവളങ്ങളിലും ടെക് പാർക്കിലുമെല്ലാം വൻ നാശം വിതച്ചു. കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്ന അപായ സാധ്യതയുള്ള ക്ലസ്റ്റർ ബോംബുകൾ വരെ ഇറാൻ പ്രയോഗിച്ചതായി ഇസ്രായേൽ ആരോപിക്കുകയുണ്ടായി. എന്നാൽ ന്യൂസ് 12 ചാനലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ കൈവശം ഇനിയും പുറത്തെടുക്കാത്ത മാരകായുധങ്ങൾ ഉണ്ടെന്നാണ് IDF വിലയിരുത്തിയിരിക്കുന്നത്. ഇതുവരെ 500 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്ക്. ഇതിൽ 90% വിജയകരമായി തകർക്കാനായെങ്കിലും 10% പ്രതിരോധം തകർത്ത് അപകടമുണ്ടാക്കിയെന്നും സൈന്യം സമ്മതിക്കുന്നുണ്ട്. തങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ 2 ദീർഘദൂര മിസൈലുകൾ ഇനിയും ഇറാൻ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് IDF മനസ്സിലാക്കുന്നത്. വൻ പ്രഹരശേഷിയുള്ള ഒറ്റ മിസൈലിലെ പോർമുനയിൽ 10-ഓ അതിലധികമോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണ് ഇവ. എയർ ഡിഫൻസിന് കണ്ടെത്താനോ തിരിച്ചറിയാനോ പോലും അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. കണ്ടെത്തിയാൽ തന്നെ നിർവീര്യമാക്കാനും ദുഷ്കരമായ മിസൈലുകളാണ് ഇവ. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് വൻ നാശം വിധിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ഇറാൻ ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് IDF വിലയിരുത്തുന്നതെന്ന് ന്യൂസ് 12 റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്. പഴയ ആയുധ ശേഖരത്തിലുള്ള മിസൈലുകൾ മാത്രമാണ് ഇതുവരെ ഇറാൻ പുറത്തെടുത്തതെന്ന് നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഷബാബ് 3, ഖൈബർ ഷെക്കൻ, ഇമാദ്, ഖാദിർ ഉൾപ്പെടെയുള്ളവയാണ് ഇതുവരെ ആക്രമണത്തിന് ഉപയോഗിച്ചത്. അവസാനമായി വജ്രായുധങ്ങളായ ഫാത്തിഹും സെജ്ജിലും ഏറ്റവും വലിയ മിസൈലായ ഖുറൈംഷെർ 4 ഉപയോഗിച്ചും വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിരുന്നു. എന്നാൽ ഇനിയും പുറത്തെടുക്കാത്ത ഇതുവരെ കണ്ടതിലും ഭീകരമായ മാരകായുധങ്ങൾ ഇറാന്റെ ശേഖരത്തിലുണ്ട് എന്നത് ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. 3000-ഓളം വരുന്ന മിസൈൽ ശേഖരത്തിൽ വെറും 500 എണ്ണം മാത്രമാണ് ഇതുവരെ ഉപയോഗിച്ചതെന്ന മറ്റൊരു ഭീതിതമായ സ്ഥിതിയും മുന്നിലുണ്ട്. ഇതിനെല്ലാം പുറമെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം കൂടുതൽ ദുർബലമാവുകയും ആയുധശേഖരങ്ങൾ കത്തിത്തീരുകയും ചെയ്യുകയാണെന്ന ബോധ്യം IDFനുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രം മുന്നിലുള്ള സമയത്താണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നത്. ഹമാസ് ഹിസ്ബുള്ള അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടും അമാന്തിക്കാതെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ വെടിനിർത്തൽ അംഗീകരിച്ച് രംഗത്തെത്തുന്നതും ഇതിന് പിന്നാലെ നമ്മൾ കണ്ടു. ഇസ്രായേൽ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാണ് സ്ഥിതിഗതികൾ വിലയിരുത്തി വെടിനിർത്തലാകാമെന്ന ഇറാന്റെ സ്ഥിരീകരണം വരുന്നതെന്നും ഇതോട് ചേർത്ത് വായിക്കണം.